വീണുടഞ്ഞ കിളിക്കൂട് മരണവീടിന് തുല്യമായി മാറുന്നു. എങ്ങും ശോകമൂകമാകുന്ന അവസ്ഥ. കണ്ണീർ കണങ്ങൾ പൊഴിക്കുന്ന 5 പുരുഷന്മാർ. പരസ്പരം മിണ്ടാട്ടമില്ല, പരസ്പരം പോരടിക്കുവാൻ ആരുമില്ലാത്ത അവസ്ഥ. ഇതെല്ലാം നോക്കി നിന്ന് നിധി ഇതെന്റെ കുറ്റമാണോ എന്ന് മനസ്സിനോട് ചോദിക്കുന്ന ദയനീയമാകുന്ന കാഴ്ചകളാണ് വരും ദിവസത്തെ എപ്പിസോഡിൽ കാണുന്നത്. എന്നാൽ ആ കുടുംബത്തിന്റെ നാഥനായി ഇപ്പോഴുള്ള സുഭാഷ് നിധിയുടെ അടുക്കൽ ചെന്ന് ആശ്വാസവാക്കുകൾ കൊണ്ട് സമാധാനപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു. അപ്പോഴും നിധിക്ക് സുഭാഷിന്റെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീര് കാണാമായിരുന്നു. ആരും കാണാതെ കരയുവാൻ, പൊട്ടിക്കരയുവാൻ സുഭാഷിന് തോന്നുന്നുണ്ടെങ്കിലും പിടിച്ചു നിർത്തണം. തൻ്റെ അനിയന്മാരെ, തൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്ന നിധി എന്ന പെൺകുട്ടിയെ ആശ്വസിപ്പിക്കണം. അതിന് തൻ്റെ സങ്കടമെല്ലാം ഉള്ളിലൊതുക്കി അല്പം സന്തോഷവാനായി അഭിനയിക്കുവാൻ മാത്രം കഴിയുന്ന സുഭാഷിനെയാണ് കാണുന്നത്. ഇതിനിടയിൽ തങ്ങളുടെ അച്ഛൻ, ആർക്കും വേണ്ടാത്തവനെങ്കിലും മക്കളുടെ സങ്കടം തിരിച്ചറിഞ്ഞ് ആ വീടിനുള്ളിലേക്ക് ചെന്ന് ഇനി ഇങ്ങനെ ഒരു ഫോട്ടോ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് താൻ കൊണ്ടുവന്ന ആ നിധിയുടെയും സുഭാഷിൻ്റെയും സുധീഷിൻ്റെയും ഫോട്ടോ എടുത്തു മാറ്റുന്നു. പിന്നീട് കാണുന്നത് വീണ്ടും പ്രേക്ഷകരെ കരയിക്കുന്ന കാഴ്ചകളാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് നികേഷ് തൻ്റെ ചേട്ടത്തിയുടെ അടുക്കൽ ചെന്ന് പറയുകയാണ്, ഏട്ടത്തി പോകരുത്, ഏട്ടത്തി വന്നപ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ തിരിച്ചു കിട്ടിയതുപോലെയാണ് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ്. നികേഷിന്റെ ആ വാവിട്ട നിലവിളിയും കണ്ണുനീരും നിധിക്ക് തള്ളിക്കളയുവാനാവില്ലായിരുന്നു. സങ്കടം സഹിക്കുവാൻ വയ്യാതെ നിധി നികേഷിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, ഇല്ലടാ, ഞാൻ പോകില്ല, എനിക്ക് പോകാൻ കഴിയില്ല, എനിക്ക് നിങ്ങളെ ഉപേക്ഷിക്കാൻ ആവില്ല എന്ന് പറയുന്നു. ഇത് കേട്ട നികേഷ് നിറക്കണ്ണുകൾ തുടച്ചുകൊണ്ട് നിധിയുടെ മുഖത്തേക്ക് നോക്കി. നിധി വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു, എനിക്ക് പോകാനാവില്ലടാ, നിങ്ങളുടെ സ്നേഹം എനിക്ക് തള്ളിക്കളയുവാനാവില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് നികേഷിനെ ആശ്വസിപ്പിക്കുന്നു. ഇത് കേട്ട നികേഷ് താൻ സ്വപ്നം കാണുവാണോ എന്ന് തോന്നി നിധിയുടെ മുഖത്തേക്ക് വീണ്ടും നോക്കി. പുഞ്ചിരിയോടുകൂടി നികേഷിനെ നോക്കുന്ന തൻ്റെ ഏട്ടത്തിയെ കണ്ടപ്പോൾ സന്തോഷം തോന്നി. താൻ തൻ്റെ ചേട്ടന്മാരുടെ അടുക്കിലേക്ക് ഓടി അവരെ വാരിപ്പുടരുന്നു. ഒരു കണ്ണുനീർ തുടച്ചുകൊണ്ട് സഹോദരങ്ങൾ നിധിയുടെ മുഖത്തേക്ക് വളരെ നന്ദിയോടുകൂടി നോക്കുന്ന ചില കാഴ്ചകൾ വരും ദിവസത്തെ എപ്പിസോഡിൽ കാണാം. പിന്നീട് നടക്കുന്നത് ഒരു ചരിത്രമാണ്. തൻ്റെ മരുമകൾക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് മരുമകളെ സഹായിച്ച് മരുമകൾ നിധി പറയുന്ന കേട്ട് അനുസരിച്ച് ജീവിക്കുവാൻ ആഭാസനായ അവരുടെ അച്ഛൻ ഒരുങ്ങുകയാണ്. എല്ലാം ഉപേക്ഷിച്ച് ഇനി എൻ്റെ മരുമോളാണ്, എൻ്റെ മക്കളാണ് ഏറ്റവും പ്രധാനമെന്ന് കണ്ട് ആ ഭാസ്കരൻ പുതിയ വഴിയിലൂടെ നടക്കുന്നു. കുടുംബത്ത് വലിയ സന്തോഷമുണ്ടാകുന്നു. നിധിയുടെ ഒരു തുടക്കം, ആ തുടക്കം ആ കുടുംബത്തിൻ്റെ എല്ലാ ഉയർച്ചയ്ക്കും കാരണമാകുന്ന കാഴ്ചകളാണ് വരും ദിവസം മുതൽ നമ്മൾ കാണാൻ പോകുന്നത്. വീണ്ടും കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.